എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ? ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു അവസരം കൂടെ നമുക്ക് തന്നതിനായി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത്രയും സമയം നമ്മൾ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാ ദൈവം ഇന്ന് നമുക്ക് തന്നത്. എന്റെ പേര് സരിത ശ്രീരാജ് എന്നാണ്. ഹല്ലേലൂയ. ഞാൻ കൊട്ടാരക്കര ദേശത്ത് മൈലം എന്ന ദേശത്ത് പാർക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇന്ന് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവ് ഇന്ന് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമെന്ന്? ഹല്ലേലൂയ. ദൈവം പറയുന്നു ഹല്ലേലൂയ, നമ്മുടെ കഷ്ടതകൾ അറിയുന്ന ഒരു ദൈവമാ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3:7 പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നത്, മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം. നാം എന്തിനാ ഭാരപ്പെടുന്നത്? നാം എന്തിനാ പ്രതികൂലത്തിലായിരിക്കുന്നു? നമ്മൾ ഏത് വിഷയത്തിനാ ഉപവസിക്കുന്നത്? ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ തന്നെ കർത്താവ് ഈ ദിവസങ്ങളിൽ മറുപടികളെ തന്ന് ഹല്ലേലൂയ മോശയോട് ഹല്ലേലൂയ ഹോരേബ് പർവ്വതത്തിന്റെ അവിടെ വരെ ബഹുദൂരം യാത്ര ചെയ്ത് മോശ ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തെ അറിയാതെ ഒരു ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ, മിസ്രയീം അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ച് കൊണ്ടുവരുവാൻ മോശ ഹല്ലേലൂയ ആ ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ചെന്ന് നിന്നപ്പോ മോശയോട് പറഞ്ഞു, മോശെ നീ കയറി വാ. ഹല്ലേലൂയ. നീ കയറി വാ. ഹല്ലേലൂയ. മോശെ എന്ന് വിളി കേട്ടു. അപ്പൊ മോശ പറഞ്ഞു, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമായി, എനിക്ക് ഇതൊന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ മോശ തന്റെ ബലഹീനതകളെ പറഞ്ഞപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഒരു ജനസമൂഹത്തെ നയിക്കേണ്ടവനാ. നീ ഒരു ജനസമൂഹത്തെ ഹല്ലേലൂയ നീ ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ വിടുവിച്ച് കൊണ്ടുവരേണ്ട ഒരു ജനനായകനായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. എന്നാൽ മോശ അതിശക്തമായി അതിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹോരേബ് പർവ്വതത്തിന്റെ ഹല്ലേലൂയ അതിൽ നിന്ന് മോശയെ കടന്നു ചെല്ലുമ്പോൾ മുൾപടർപ്പ് തീ കത്തുന്നതായിട്ട് കണ്ടു. എന്നാൽ മുൾപടർപ്പ് വെന്ത് ചാരമാകുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോ ദിവസവും ഹല്ലേലൂയ ഓരോ നമ്മുടെ നിലവിളി കേൾക്കാതെ പോകുന്ന ഒരു ദൈവമല്ല. ചെവിയിട്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമ്മുടെ കഷ്ടങ്ങൾ അറിയാത്ത ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവങ്ങളെ നോക്കി നമ്മുടെ കഷ്ടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് എബ്രായത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഹാബേൽ ഉത്തമമായ ആരാധന കഴിച്ചു. കയ്യിനേക്കാൾ ഉത്തമമായ ആരാധന കഴിച്ചപ്പോൾ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ഹല്ലേലൂയ. ഉത്തമമായ ആരാധന ആര് കൊടുക്കുന്നുവോ അവരെ ഹല്ലേലൂയ നീതിമാനെന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവങ്ങളെ സഹായിക്കുക. ഹല്ലേലൂയ ഉറച്ച വിശ്വാസത്തിന്റെ നന്മ പൂർത്തി വരുത്തുന്ന യഹോവയെ നോക്കുവാൻ ആർക്ക് സാധിക്കും? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ ഇതിൽ അനേകർ കഷ്ടങ്ങൾ കടന്നു പോകുന്ന ദൈവാത്മാവിനെ ഇന്ന് പകർക്കാനും ഹല്ലേലൂയ ഓർമ്മിക്കുന്നു. നിങ്ങൾ പാനം യഹോവയുടെ മേലുണ്ട് ഇട്ടുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ 50 സങ്കീർത്തനത്തിൽ ഉണ്ടായിട്ട് കേൾക്കാത്ത ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, അവർ ഉത്തരമരുളെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ അവരുടെ മേലിടാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ കഷ്ടം അറിഞ്ഞ് നമ്മുടെ അരികത്ത് വന്ന് അവൻ താഴ്ന്നു വന്ന് നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെയാണെങ്കിൽ ഈ ഹല്ലേലൂയ ഇന്ന് കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളെ നോക്കി വർഷങ്ങളായി ഹല്ലേലൂയ റിഖമ സബ്ധനേ രഗരവരവൗഷ രഗൽഘടകസ്യാന അടകരഗന ഘടകജാന പ്രൗഢവേരകൾ ഘടകസ്യ അന്തര ജിഗതരേ ജിഗത്തന രഗതപരവൗഷ രഗൽ ഘടകസ്യാന ദീപന രവദവ ശാന്തനേ രഗതപരവൗഷ. ഒരു സെക്കൻഡ്, വീഡിയോ മ്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ.
വീഡിയോ കിടക്കട്ടെ. അത് ഇതെന്നറിയാവോ, നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സിസ്റ്റർ വീഡിയോ ഓഫ് ആക്കിയാൽ മതി, ബ്രേക്ക് ചെയ്ത് നിൽക്കുക. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഹല്ലേലൂയ, അവൻ നമ്മുടെ കഷ്ടങ്ങൾ ഇറങ്ങി വരുന്ന ദൈവം. അവൻ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ദൈവം. ഉപവാസിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവിക കൽപ്പനകൾ അനുസരിക്കാനും തയ്യാറാണോ? ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ, അവൻ നമ്മളോട് ഹല്ലേലൂയ, അവൻ ചില വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ മേൽ ഹല്ലേലൂയ ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യാൻ പോവാ. ദൈവം മോശയോട് പറഞ്ഞു, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലയക്കും. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ആ ഫറവോന്റെ അടുക്കൽ മിസ്രൈമിലെ ജനം, ഇസ്രായേൽ ജനം ഹല്ലേലൂയ വിടുവിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെന്ന് അറിയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മോശ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. നമ്മളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ഒരു ദൈവം ഒരു ഹല്ലേലൂയ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണോ? ദൈവാത്മാവ് പറയുന്നു, ഈ 2026 അവസാനിക്കുന്നതിന് മുമ്പേ കർത്താവ് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്ന് ഹല്ലേലൂയ ദൈവം നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് മോശയോട് ഹല്ലേലൂയ സംസാരിക്കണം, നിന്നെ ഞാൻ ഉപദേശിച്ചു തരുമെന്ന് നമ്മുടെ വചനം പറയുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ നായകനായി മോശയെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം അവന് ശക്തി പകർന്നു കൊടുത്തു. ബലഹീനതകളെ തുണ നിൽക്കുന്ന ഒരു ദൈവം. അവൻ നമുക്ക് ശക്തി തന്ന്, അവൻ നമ്മുടെ ബലഹീനതകളിൽ ഹല്ലേലൂയ നമുക്ക് എവിടെയാണോ ഹല്ലേലൂയ ബലഹീനത അനുഭവിക്കുന്നത്, നമുക്ക് എവിടെയാണോ ഹല്ലേലൂയ അസാധ്യങ്ങളെ അനുഭവിക്കുന്നത്, ദൈവാത്മാവ് ഇന്ന് പ്രിയ ദൈവമക്കളെ നിങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ നമ്മളെ ബലഹീനതകളിൽ അവൻ തുണ നിൽക്കും. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് അതിന്റെ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പറയുന്നു ഹല്ലേലൂയ നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ തുണയായി നിന്ന്, ഹല്ലേലൂയ പ്രതിസന്ധികളിൽ തുണയായി നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിന് മേലൊക്കെ ഈ അഭിഷേകം വ്യാപരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പൗലോസും ശീലാസും അർദ്ധരാത്രി യാമത്തിൽ കിടന്ന് ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ ചങ്ങലകൾ പൊട്ടിയതുപോലെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളെ പറ്റി, നമ്മൾ കരയുന്ന വിഷയങ്ങളെ പറ്റി കർത്താവ് പറയുന്നു, നിങ്ങളെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. ദൈവം അങ്ങനെ മോശയ്ക്ക് ഹല്ലേലൂയ ശക്തി പകർന്നു കൊടുത്തു. ദൈവത്തിന്റെ വിളി അനുസരിച്ച് ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ സഹായിച്ചു. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ബീനാജയ് സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിനെ ഹല്ലേലൂയ വീണ്ടും അനുഗ്രഹിക്കാൻ പോവുക. ചില രാജ്യങ്ങളുടെ വാതിലുകളെ തുറക്കത്തക്ക രീതിയിൽ, ചില പ്രതിസന്ധികളിലായിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവം പ്രിയ സഹോദരിയെ ദൈവം നടത്താൻ പോകുന്നെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ഹല്ലേലൂയ ഭയങ്കരമായ പ്രതിസന്ധിയിലാ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കഷ്ടതയിൽ ഞാൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമെന്ന് ഹല്ലേലൂയ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇതിലായിരിക്കുന്ന ഹല്ലേലൂയ ലിൻസി മോൻസി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വർഷങ്ങളായി ഹല്ലേലൂയ 3 വർഷമായി ഹല്ലേലൂയ ഭാരപ്പെടുന്ന വിഷയത്തിന് മധ്യേ ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ ഇനി ആ വിഷയത്തിന് ഹല്ലേലൂയ നീ കരയണ്ട. നിന്റെ കണ്ണുനീരിനെ അറിഞ്ഞ്, നിന്റെ പ്രതിസന്ധിയെ അറിഞ്ഞ് നിന്നോട് അടുത്ത് വന്ന് നിന്റെ നിലവിളിയെ ഹല്ലേലൂയ കൈക്കൊണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചില ഹല്ലേലൂയ കർത്താവ് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഹല്ലേലൂയ നീ കടന്നു വന്ന ചില മേഖലകളെ ഹല്ലേലൂയ ദൈവം മാറ്റി എഴുതി കർത്താവ് ചില വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ പോകുന്നെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവ, നിലവിളിക്ക് മറുപടി തരുന്ന ദൈവ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ താണിരിക്കാമോ? ഉത്തമമായ ആരാധന കൊടുക്കുന്നവന് നീതിമാൻ എന്ന പേര് ലഭിക്കുമെങ്കിൽ ഹല്ലേലൂയ ഉത്തമമായ ആരാധന കൊടുക്കുവാൻ തയ്യാറാണോ? കർത്താവ് പറയുന്നു
പറയുന്നു ഹല്ലേലൂയ ഈ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ഹല്ലേലൂയ വിടിവിച്ചു കൊണ്ടുവന്ന ദൈവം. ഹല്ലേലൂയ ദൈവം പറയുന്നു ഹല്ലേലൂയ കഷ്ടതകൾ മാറ്റിത്തരുന്ന ഒരു ദൈവം, ദുഃഖം മാറ്റിത്തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ദൈവ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നെന്ന് ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങളെ എത്ര വൈദ്യന്മാർക്ക് കൊടുത്തെങ്കിലും രോഗം മാറാതെ ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ പോരിനെ, ആ രോഗബന്ധനത്തെ ഇന്ന് പകൽക്കാലം അഴിച്ചു കളയുന്നു. ഇതാ ഞാൻ എന്ന് ഉത്തരം പറഞ്ഞു. മോശ വിളിച്ചപ്പോ മോശ പറഞ്ഞു ഹല്ലേലൂയ, ധൈര്യത്തോടെ മോശ പറഞ്ഞു ഹല്ലേലൂയ. അതുവരെ അവന്റെ ബലഹീനതകളെ നോക്കി മോശ പിറുപിറുത്തെങ്കിൽ ഹല്ലേലൂയ മോശെ ഹല്ലേലൂയ ആ മുൾപ്പടർപ്പ് കത്താതിരുന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ മോശ തന്റെ ശരീരത്തിൽ അനുഭവിച്ചതുപോലെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. അവ യുദ്ധവീരനായ യഹോവ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്ക്, മുട്ടുമടക്ക്. ദൈവം പറയുന്നു നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ ആ മോശ അങ്ങനെ ചെയ്തു എന്ന് അവിടെ പറയുന്നു. ദൈവം അവനോട് അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ദൈവം പറയുക നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റിത്തരുന്ന ദൈവം. ഹല്ലേലൂയ ഏത് ദുർഘടങ്ങളെ മാറ്റിത്തരുന്ന ദൈവം. കടിച്ച് കീറാൻ വരുന്ന ചെന്നായ്ക്കളുടെ മുമ്പിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഉപവസിക്കാൻ തയ്യാറായാൽ കർത്താവ് പറയുന്നു ഹല്ലേലൂയ 2026 അവസാനിക്കുന്നതിന് മുമ്പേ കർത്താവ് ചില വിഷയങ്ങളെ മധ്യേ അത്ഭുതകരമായ വിടുതൽ ദൈവം കൽപ്പിക്കും. ഹല്ലേലൂയ എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ സരിത എന്നാണെന്ന്. ഹല്ലേലൂയ ഞാൻ ഹൈന്ദവ മാർഗത്തിൽ വിശ്വകർമ്മ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ ഞാൻ എന്റെ മാതാവിനും പിതാവിനും ഹല്ലേലൂയ 2 മക്കളായി. ഹല്ലേലൂയ കാട്ടാക്കട പൂഴിനാട് എന്ന ദേശത്ത് ഞാൻ ജനിച്ചു വളരുവാനിടയായി. എന്റെ 16ാമത്തെ വയസ്സിൽ കോട്ടയം ഹല്ലേലൂയ കുറുവിലങ്ങാട് എന്ന ദേശത്ത് ദൈവത്തെ ഹല്ലേലൂയ ഞാൻ എന്റെ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഞാൻ അവിടെ കടന്നുപോയി. ഹല്ലേലൂയ ആ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് റൂമിൽ ഞായറാഴ്ചകളിൽ വെറുതെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ പഠിപ്പിച്ചു കൊടുത്ത സിസ്റ്റർ പറഞ്ഞു, എന്നാൽ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നാൽ കടന്നുപോയി അവിടെ ചെന്നു വെറുതെ അവിടെ ഇരിക്കുക. ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഒന്നും അനുഭവിക്കുന്നില്ല. നമ്മള് മുക്കോടി ദൈവങ്ങളെ സേവിക്കുന്നവരാ. സ്വന്തമായി ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വകർമ്മ സമുദായം എന്ന് പറയുന്നത് കെട്ടപ്പെട്ട ഒരു സമുദായമാ. ആ സമുദായത്തിനകത്ത് ഹല്ലേലൂയ ഞങ്ങൾ ഒരുപാട് പേര് ഹല്ലേലൂയ ആ ഒരു ദേശത്ത് ഞങ്ങള് ഹല്ലേലൂയ ആശാരി കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു ദേശമാണ്. അവിടെ ഹല്ലേലൂയ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അമ്പലമുണ്ട്. ഹല്ലേലൂയ കുടുംബക്ഷേത്രം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ എന്റെ പിതാവ് KSRTC ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ എന്റെ പിതാവിന് ഹല്ലേലൂയ ആ അമ്പലത്തിലെ ഹല്ലേലൂയ ചില പൂജകൾ കർമ്മങ്ങൾ ചെയ്യാനുള്ള നിയോഗം ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ഏറ്റവും മൂത്ത എന്റെ പിതാവിന്റെ പിതാവ് അവിടുത്തെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്. അങ്ങനെ ഹല്ലേലൂയ തലമുറയായി ഞങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന ഹല്ലേലൂയ ആ ദൈവിക ഈ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനോട് പറഞ്ഞു, നീ വിഗ്രഹത്തെ വിട്ട് പുറത്തു വാ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്നെ ദൈവം ഹല്ലേലൂയ കുറുവിലങ്ങാട് ദേശത്ത് വെച്ച് ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാനിടയായി. അന്ന് വരെ ബെന്തക്കോസ് എന്തെന്നോ ബൈബിൾ എന്താന്നോ യേശു എന്ന് പറയുന്ന നാമമുണ്ടെന്നോ അറിഞ്ഞുകൂടാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ എന്റെ കർത്താവിനെ അഭിഷേകം ചെയ്യുവാനിടയായി. അങ്ങനെ ഞാൻ ഹല്ലേലൂയ എന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ അന്ന് അവിടെ അപ്പവും വീഞ്ഞും കൊടുക്കുന്ന ആ ചർച്ചിൽ അപ്പവും വീഞ്ഞും കൊടുക്കുന്ന സമയത്ത് എനിക്ക് അതിയായ ആഗ്രഹം, ഇതെങ്ങനെ സംഭവിക്കും, ഹല്ലേലൂയ എനിക്ക് ഇത് കിട്ടുമോ, ഹല്ലേലൂയ ഇതിന് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം എന്നെ വല്ലാതെ ഫീൽ ചെയ്യുവാനിടയായി. എന്നാൽ എന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ ഞാൻ അങ്ങനെ കാട്ടാക്കട ഒരു ദേശത്ത് ഹല്ലേലൂയ
ഞാൻ എന്റെ ട്രെയിനിങ്ങിനോട് അനുബന്ധിച്ച് ഞാൻ അവിടെ കടന്നുപോയ സമയത്ത് ഞങ്ങളെ കാട്ടാക്കട AG ചർച്ച് ഹല്ലേലൂയ തൊട്ട് ഫ്രണ്ടിലാണ്, ഹോസ്പിറ്റലിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആ ചർച്ച്. ആ ചർച്ചിൽ അങ്ങനെ ഹല്ലേലൂയ ഞാൻ ഉപവാസങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെ രഹസ്യമായി കടന്നു പോകുവാനിടയായി. അങ്ങനെ ദൈവത്തെ ഹല്ലേലൂയ ദൈവ വചനം എന്നിൽ ക്രിയ ചെയ്യുവാനിടയായി. അന്ന് എന്റെ പിതാവ് ഭയങ്കരമായ മദ്യപാനിയായിരുന്നു. എന്റെ പിതാവ് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ, ഞാൻ പറയട്ടെ ഹല്ലേലൂയ, ഒരു ബൈബിൾ എടുക്കാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത എന്റെ അച്ഛന്റെ ബന്ധത്തിലുള്ള സഹോദരങ്ങള് ഹല്ലേലൂയ എന്റെ സഹോദരങ്ങളായിട്ട് വരും. അവരെല്ലാം ഹല്ലേലൂയ ഭയങ്കരമായ പ്രതികൂലത്തിൽ, എന്തുകൊണ്ട് നിങ്ങൾ ചർച്ചിൽ വരുന്നില്ല, ഞങ്ങൾ അമ്പലത്തിൽ വരുന്നില്ല, എന്തുകൊണ്ട് അമ്പലത്തിലെ ഒരു കാര്യവും ചെയ്യുന്നില്ല, എന്നാൽ ഹല്ലേലൂയ അങ്ങനെ ഒരു ദേശത്ത് ഭയങ്കരമായി പ്രതികൂലം വരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മാതാവ് രക്ഷിക്കപ്പെടുവാനിടയായി. എന്റെ സഹോദരൻ ഹല്ലേലൂയ, ഒരു സഹോദരനാണ് ഉള്ളത്. സഹോദരൻ ഡൽഹിയിൽ ഒരു ജോലിക്കായി കടന്നുപോയി. അവിടെ ചെന്നപ്പോ അവിടെ സ്നാനപ്പെടുവാനിടയായി. എന്നാൽ ഞങ്ങളെ 3 ഇടത്ത് വെച്ച് ദൈവം ഞങ്ങളെ ഹല്ലേലൂയ സന്ദർശിക്കുവാനിടയായി. ഭയങ്കരമായ പ്രതികൂലം. ബൈബിൾ എങ്ങനെ എടുക്കണം, എന്റെ വിവാഹപ്രായത്തിന് സമയമായി, ഹല്ലേലൂയ എങ്ങനെ വിവാഹം നടത്തും, ചർച്ച എവിടാ, ഹല്ലേലൂയ സ്നാനപ്പെടാൻ എങ്ങനെ അവസരം, ഹല്ലേലൂയ പലപ്പോഴും വേദനകൾ നിറഞ്ഞ ജീവിതത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല, ദൈവത്തെ സ്വതന്ത്രമായിട്ട് ഹല്ലേലൂയ സേവിക്കാൻ കഴിയുന്നില്ല. ഒരു പറ്റത്ത് ഹല്ലേലൂയ, ഒരു സൈഡിൽ ഹല്ലേലൂയ ഈ ഫറവോന്റെ സൈന്യം എന്ന് പറഞ്ഞതുപോലെ എന്റെ ബന്ധുമിത്രാദികൾ ഹല്ലേലൂയ ഏത് വിവാഹാലോചന വന്നാലും അവർ മുടക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഇവിടെ ആരും വരണ്ട, ഇവിടെ ഒരു പ്രാർത്ഥനക്കാര് വരണ്ട, ഹല്ലേലൂയ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു പോണ്ട. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിനകത്തു പോലും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഞങ്ങൾ അച്ഛനെ ഹല്ലേലൂയ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോ റോട്ടിൽ വെച്ച് ഇവര് പറയും, ഇന്ന് അവര് പള്ളിയിൽ പോയിട്ടുണ്ട്, ഇവര് ഇന്ന് ചർച്ചിൽ പോകുന്ന കണ്ട്, ഇന്ന് ഇവര് എവിടെ പോകുന്നു, അമ്മാവ ചെന്ന് ചോദിക്കണം, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം. ഞങ്ങൾ അച്ഛനെ പലപ്പോഴും പറഞ്ഞ് ഇളക്കി വിടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ദൈവം ഒരാളെ സന്ദർശിച്ചാൽ, ഹല്ലേലൂയ ദൈവം ഒരാളെ വിടുവിച്ചു കൊണ്ടുവന്നാൽ ദൈവം പറയുന്നു അവനെ ഹല്ലേലൂയ അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ ഉരുവാകുന്നതിന് മുമ്പേ അവൻ കണ്ടിരിക്കുന്നു എന്നാ. ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ കഴിഞ്ഞു പോകുമ്പോൾ ഡൽഹിയിൽ എനിക്ക് ഹല്ലേലൂയ ജോലി കിട്ടി. ഞാൻ ജോലിക്കായി അവിടെ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ വിശ്വാസ ജീവിതങ്ങൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ ഹല്ലേലൂയ ഉള്ളവരുമായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ചർച്ചുകളിൽ പോകാൻ പോയി. ആദ്യമല്ല ഹിന്ദി ആരാധനകളിലാണ് പങ്കെടുത്തത്. ഹിന്ദി ആരാധനകളിൽ പങ്കെടുത്തു. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ, എനിക്ക് അങ്ങ് കൺഫ്യൂഷൻ ആയിരുന്നു, എങ്ങനെയാ എന്റെ വിവാഹം നടക്കുന്നത്. ഹല്ലേലൂയ ഞങ്ങൾക്ക് ചർച്ചില്ലല്ലോ, ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഇല്ലല്ലോ. ഹല്ലേലൂയ പലപ്പോഴും ദൈവദാസന്മാർ അവിടെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനകൾ വയ്ക്കുമ്പോൾ എന്നോട് പറയും, നിനക്കായി ഒരു പുരുഷനെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ ധൈര്യമായി ഇരിക്കുക, നീ സ്നാനപ്പെടുക. ഹല്ലേലൂയ എന്നാൽ വിശ്വാസത്തോടു കൂടി സ്നാനപ്പെടുവാൻ തയ്യാറായി. ഹല്ലേലൂയ നാട്ടിൽ കടന്നു വന്നപ്പോ എവിടെ പോയി സ്നാനപ്പെടും, ആരുണ്ട്? അങ്ങനെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബമുണ്ട്, ഒരു സുഭദ്ര എന്ന് പറയുന്ന ഒരു ചേച്ചി. ആ ചേച്ചിയും കുടുംബവും തിരുവനന്തപുരം പട്ടം AG ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. അന്ന് അങ്ങനെ ഹല്ലേലൂയ എന്നോട് വിളിച്ചു പറഞ്ഞു, അവിടെ വാ മോളെ, നിന്നെ സ്നാനപ്പെടുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ ഒരു ചർച്ചോ ഒരു ബന്ധുമിത്രാദികളോ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ഹല്ലേലൂയ സേവിക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ അവന്റെ കൽപ്പനകളെ അനുസരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ അഭിഷേകം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ഞാൻ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ ഭയങ്കരമായി പ്രതികൂലം. ഭവനത്തിനകത്ത് കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ അച്ഛന് അന്ന് ഹല്ലേലൂയ എന്തൊക്കെയോ അസ്വസ്ഥതകൾ. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഹല്ലേലൂയ എന്റെ പിതാവ് എന്റെ ഭവനത്തിൽ എന്നെ അമ്മയെ അടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ മാനസികമായി ഞങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഹല്ലേലൂയ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. എന്നാലും 2 വർഷത്തോളം കാത്തിരുന്നു വിവാഹത്തിന്. ഹല്ലേലൂയ എന്നാൽ വിവാഹം നടക്കുന്നില്ല. ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ AG ചർച്ചിൽ ഹല്ലേലൂയ ആ ദൈവദാസനോട് ഞങ്ങൾ പറഞ്ഞു, ഹല്ലേലൂയ ദൈവദാസനെ ഞങ്ങൾ ഈ സഭയോട് ചേർന്ന് ഞങ്ങൾ വരാം. ഹല്ലേലൂയ ഞങ്ങൾക്ക് ഈ ഇവിടെ ഞങ്ങൾ രജിസ്റ്ററിൽ പേര് ചേർക്കണം.
എന്നാ ദൈവദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, കുടുംബമായിട്ടേ നിങ്ങൾക്ക് വന്നാൽ പറ്റത്തുള്ളൂ ഇവിടെ നിൽക്കാൻ, നിങ്ങൾക്കല്ലാതെ ഭയങ്കരമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാന് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരം പോലും പട്ടിണി ഇരുന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും എന്റെ കർത്താവ് പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ചാതി നീങ്ങിപ്പോകുന്നില്ല. അങ്ങനെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഹല്ലേലൂയ, ഞാൻ വിശ്വാസത്തോടു കൂടി ഹല്ലേലൂയ ആ സ്റ്റെപ്പ് വയ്ക്കുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ പിതാവ് 2007 എന്റെ പിതാവ് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. എന്റെ പിതാവിനെ ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ, അന്ന് എന്റെ പിതാവിന്റെ ജഡം കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിൽ വെച്ച മരിച്ചത്. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങളന്ന് ഡൽഹിയിലായിരുന്നു, ഞാനും എന്റെ സഹോദരനും ഡൽഹിയിൽ നിന്ന് കടന്നു വന്നു. ആ സമയത്ത് എന്റെ പിതാവിന്റെ അടക്ക ശുശ്രൂഷ അന്ന് അവിടെ നടക്കുവാൻ ഹല്ലേലൂയ ഭയങ്കരമായ പ്രതിസന്ധി. എന്റെ മാതാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ഞങ്ങളുടെ അച്ഛൻ കെട്ടിയ താലി എടുത്ത് കെട്ടണം, ഹല്ലേലൂയ, നിങ്ങള് പിന്മാറി വരണം, എങ്കിലേ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഭയങ്കരമായ വിഷയങ്ങൾ ഉണ്ടായി, തമ്മി അടികൾ ഉണ്ടാകുവാനിടയായി, തമ്മി വഴക്കുകൾ കലഹങ്ങൾ ഉണ്ടാകുവാനിടയായി. അത് എങ്ങനെ ഞങ്ങൾ നിലവിളിക്കുവാൻ തുടങ്ങി, വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് ഞങ്ങളെ അച്ഛന്റെ ചേട്ടന്റെ മക്കളെല്ലാം ഹല്ലേലൂയ, ഞങ്ങളുടെ അപ്പച്ചിയുടെ മക്കള് ഹല്ലേലൂയ, ആൺമക്കള് എല്ലാം ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുഞ്ഞമ്മ ഹല്ലേലൂയ, ഞങ്ങൾ താലി കെട്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾ ഇത് താലി കെട്ടിയല്ലാതെ ഞങ്ങൾ അച്ഛന്റെ ജഡം അടക്കാൻ അനുവദിക്കത്തില്ല എന്ന് ഹല്ലേലൂയ അന്ന് കർത്താവിനോട് നിലവിളിച്ചു. ഹല്ലേലൂയ, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ദൈവത്തോട് ഹല്ലേലൂയ അപേക്ഷിച്ചു, കർത്താവേ, എന്റെ പിതാവിനെ അടക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്ന് ആ വിഷയത്തിന് ഒരു വിടുതൽ തന്നേ പറ്റൂ. എന്നാൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു. ആ സമയത്ത് ഒരു ദൈവദാസന് ഹല്ലേലൂയ, ആ റോട്ടിൽ കൂടെ പോയ ഒരു ദൈവദാസന ആ ഹല്ലേലൂയ ഭവനത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ, ആ ദൈവദാസനെ കൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആ ജഡത്തെ അടക്കുവാൻ എന്റെ കർത്താവ് വഴിയൊരുക്കി. ഹല്ലേലൂയ, അത് കഴിഞ്ഞ് ഹല്ലേലൂയ എന്റെ വിവാഹ സമയമായി. ഹല്ലേലൂയ, എന്റെ വിവാഹം നടക്കുവാൻ ചർച്ച് അന്ന് കെട്ടപ്പെട്ട് കിടക്കുക. ചർച്ചിൽ അന്ന് ദൈവദാസൻ ആദ്യം ഇരുന്ന ദൈവദാസൻ മാറാതെ ഹല്ലേലൂയ രണ്ടാമതൊരു ദൈവദാസൻ ഹല്ലേലൂയ പാസ്റ്റർ PK യേശുദാസ് എന്ന് പാസ്റ്റർ കടന്നു വന്നു. പക്ഷെ പാസ്റ്ററെ അവിടെ ഹല്ലേലൂയ നിർത്താൻ കഴിയാതെ എന്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, അങ്ങനെ വിവാഹം നടക്കാതെ വണ്ണം ഹല്ലേലൂയ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി. സഭയില്ല വിവാഹം നടത്താൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഞാനും എന്റെ മാതാവ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നിലവിളിച്ച, അതാ പറയുന്നത്, നമ്മുടെ നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഏത് പ്രതിസന്ധി, ഏത് മാറാത്ത പ്രതിസന്ധിയുടെ മുത്തിൽ ഇറങ്ങി വന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എനിക്കായി ഒരു തക്ക തുണയെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ലഭിക്കണം. എന്റെ വിവാഹം ഏറ്റവും മംഗളകരമായി ഇരിക്കണം. ഹല്ലേലൂയ, ആരും വിവാഹത്തിന് വരത്തില്ല എന്ന് വിവാഹം വിളിച്ചവരെല്ലാം, ഞങ്ങൾ വിവാഹം വിളിക്കാൻ പോയിടത്തെല്ലാം പറഞ്ഞു, നിന്റെ വിവാഹത്തിന് ഞാൻ വരത്തില്ല, ഈ വിവാഹം ഞങ്ങൾ അവിടെ നടത്തത്തില്ല. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ ആ സമയത്ത് ഞങ്ങൾക്ക് പണ്ടറിയാവുന്ന ഒരു ദൈവദാസൻ, അവിടുത്തെ പ്രസ്ബിറ്ററായിട്ട് AG ചർച്ചിന്റെ പ്രസ്ബിറ്ററാ. ഹല്ലേലൂയ, ആ ദൈവദാസന് ഹല്ലേലൂയ പെട്ടെന്ന് ഹല്ലേലൂയ ഈ സഭ വിളിക്കുവാനിടയായി. ആ ദൈവദാസൻ വന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം ഹല്ലേലൂയ ദൈവം തരുവാനിടയായി. ഹല്ലേലൂയ, ദൈവാത്മാവ് പറഞ്ഞു, പല മനുഷ്യരും പറഞ്ഞു, നിനക്കൊരു വിവാഹം നടക്കത്തില്ല, നിന്റെ വിവാഹം ഞങ്ങൾ നടത്തിക്കത്തില്ല എന്ന് വരെ ഹല്ലേലൂയ എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് വരെ പാസ്റ്ററോട് പറഞ്ഞ വ്യക്തി ജീവിതങ്ങൾ ഉണ്ട് ഞങ്ങൾ. ഹല്ലേലൂയ, അങ്ങനെ ദൈവം ഹല്ലേലൂയ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ, ഞങ്ങളുടെ അതേ കാസ്റ്റ് പറഞ്ഞുകൂടാ നമുക്ക്, എന്നാലും ഞാൻ പറയാ. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ ലജ്ജിപ്പാൻ ഇടവരുത്തല്. അങ്ങനെ വിശ്വകർമ്മ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവമകനെ ദൈവം എനിക്ക് വേണ്ടി കൂട്ടിച്ചേർത്തു. അന്ന് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ആ സ്റ്റേജിനകത്ത് എന്റെ മാമൻ കയറി വന്നിട്ട് പറഞ്ഞു, കൈ പിടിച്ചു കൊടുക്കുന്ന ആ സമയത്ത് പറഞ്ഞു, താലി കെട്ടിയേ മതിയാവൂ എന്ന്. ഹല്ലേലൂയ, അങ്ങനെ ആ സ്റ്റേജിനെ ഹല്ലേലൂയ ആ സ്റ്റേജിൽ അനേക ദൈവദാസന്മാരുണ്ടായിരുന്നു. ഞങ്ങളെ ഹസ്ബൻഡിന്റെ
ബന്ധുവാണ് ഈ ആശാരി ഉപദേശി എന്ന് പറയുന്ന ദൈവദാസൻ. ആശാരി ഉപദേശിയുടെ കുടുംബത്തിൽ പെട്ടതാണ് എന്റെ ഹസ്ബൻഡ്. ഹല്ലേലൂയ. അങ്ങനെ അങ്ങനെ ആശാരി ഉപദേശിയുടെ മോനും എല്ലാം ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എന്റെ സഭയിലെ ചില കുടുംബങ്ങൾ, ഹല്ലേലൂയ, ദൈവദാസന്മാർ, ഹല്ലേലൂയ, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട് വന്ന ദൈവദാസന്മാർ എല്ലാവരും ഉള്ള സമയത്താ ഹല്ലേലൂയ സ്റ്റേജിലോട്ട് പെട്ടെന്ന് ഞങ്ങളെ അമ്മാച്ചൻ കയറി വന്നിട്ട് ഹല്ലേലൂയ ഇപ്പൊ ഇവിടെ താലി കെട്ടണം, ഈ വിവാഹം ഇവിടെ നടക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചത്. പക്ഷെ ദൈവാത്മാവ് എങ്ങനെയൊക്കെയോ ഹല്ലേലൂയ പറയട്ടെ, ആ സമയത്ത് ദൈവം ഇറങ്ങി വന്ന്, ദൈവ സിംഹത്തിന്റെ കൂട്ടിൽ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിച്ചതുപോലെ ദൈവം ഹല്ലേലൂയ ആ വിവാഹം 1500 പേര്, ഒരാള് പോലും കൂടുകയില്ല എന്ന് പറഞ്ഞ കല്യാണത്തിന് 1500 പേര് ഹല്ലേലൂയ കടന്നു വന്ന ആ വിവാഹം 7, 8, 9 ദൈവദാസന്മാരോളം കടന്നു വന്ന ആ വിവാഹം ഏറ്റവും മംഗളകരമായി തീരുവാൻ ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അനേക പ്രതിസന്ധികൾ, അനേക പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാനിടയായി. എന്റെ വിവാഹം കഴിഞ്ഞ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാൻ ഈ കൊട്ടാരക്കര ദേശത്ത് കടന്നു വന്നപ്പോ ആ ഭവനത്തിലെ ആ മാതാവും പിതാവും എല്ലാം എന്നോട് ക്രൂരമായി ഇടപെടുവാൻ തുടങ്ങി. അവിടെ ആരാധന നടക്കത്തില്ല എന്ന് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും അവിടെ എല്ലാം വിശ്വാസത്തോടെ പിടിച്ചു നിന്ന് കർത്താവിനെ സേവിക്കുവാനിടയായി. ഹല്ലേലൂയ. എന്റെ ദൈവം ഒരു വാഗ്ദത്തം ഒരുവന് മേൽ ചെയ്താൽ ഹല്ലേലൂയ, ദൈവം പറയുന്നു അവനെ ഒരു നാളും കൈവിടുകയില്ല. നമ്മള് വർഷങ്ങൾ കൊണ്ട് കരയുന്ന വിഷയമായിരിക്കാം, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. എന്നാലും ആ വിഷയത്തിന് മധ്യേ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ആ രക്തസ്രാവക്കാരി വർഷങ്ങൾ പ്രാർത്ഥിച്ച വിഷയമാ. ഹല്ലേലൂയ. അവക്ക് ഒരു അല്പ നിമിഷം കൊണ്ട് ഹല്ലേലൂയ അവളെ രോഗത്തെ ഹല്ലേലൂയ ദൈവം മാറ്റിക്കൊടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ കൊട്ടാരക്കര ദേശത്ത് വന്നു. ആ ഭവനത്തിനകത്ത് ഹല്ലേലൂയ ഭയങ്കരമായ പ്രതികൂലം. എന്റെ ഭർത്താവ് ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞ് 3-ാം മാസത്തിൽ ബഹറിൻ എന്ന ദേശത്ത് കടന്നു പോകുന്നു. ഹല്ലേലൂയ. അവിടെ ചെല്ലുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആകുവാൻ ഇടയായി. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടേതായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ അവർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞതിൽ ഉണ്ടായിരുന്നതിൽക്കാട് അപ്പുറമായ പ്രതിസന്ധി പിന്നെയും വരുവാനിടയായി. എന്നാൽ ഞാൻ എന്റെ വിവാഹത്തോടനുബന്ധിച്ച് എനിക്ക് ഇവിടെ കൊട്ടാരക്കര ദേശത്ത് എനിക്ക് സഭയിൽ പോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളായി. ഹല്ലേലൂയ. എല്ലാം മുൻപത്തേൽ ഉള്ളതിനെക്കാട്ടിലും പിൻപത്തേക്ക് കടന്നു പോകുവാനിടയായി. ഹല്ലേലൂയ. ആ പ്രതിസന്ധികളിലൊക്കെ ഹല്ലേലൂയ ദൈവത്തെ മുറുകെ പിടിച്ച് ഒറ്റയ്ക്ക് ഹല്ലേലൂയ നിലവിളിച്ചു, ഒറ്റയ്ക്ക് ആരാധിച്ചു, അഭിഷേകത്താൽ നിറയുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ എന്നെ വഴി നടത്തി. എനിക്ക് ഹല്ലേലൂയ 2009 എന്നെ ഒരു കുഞ്ഞ് ജനിക്കുവാനിടയായി. എന്നാൽ എന്റെ ശരീരത്തില് എന്റെ ഡെലിവറിക്ക് സമയമായപ്പോൾ ഡെലിവറി റൂമിലോട്ട് കയറ്റിയപ്പോൾ ഹല്ലേലൂയ എന്റെ ശരീരം മൊത്തം നീര് വയ്ക്കുവാനിടയായി. ഹൈ BP ആയി. ഹല്ലേലൂയ. എന്നെ ഓപ്പറേഷൻ ചെയ്യണമോ അതോ എന്താണെന്ന് അറിയുവാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷനിലോട്ട് മാറി. എന്നാൽ എന്റെ ബന്ധുക്കളോട് പറഞ്ഞു, അമ്മ വേണോ കുഞ്ഞിനെ വേണോ? എന്റെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ വിടുവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവം എന്നെ കൂടെ ആ വചനം സംസാരിക്കുവാനിടയായി. ഗർഭദ്വാരത്തെങ്കിൽ വെച്ച് ഞാൻ നിന്നെ അടച്ചു കളയത്തില്ല. ഹല്ലേലൂയ. എനിക്കത് എവിടെയാണ് കിടക്കുന്നത് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ലേബർ റൂമിൽ കിടന്ന് ഞാൻ നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവം 9 മാസം എനിക്ക് ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ എന്റെ വയറ്റിൽ ചുമന്നെങ്കിൽ ഹല്ലേലൂയ ഇത് ജീവനോടെ പുറത്തു വരണം. അവിടെ ഞാൻ ഒറ്റയ്ക്ക് നിലവിളിക്കുവാനിടയായി. അങ്ങനെ 2 ആംബുലൻസ് ഒരുക്കി നിർത്തി SCT മെഡിക്കൽ കോളേജിൽ ഹല്ലേലൂയ കൊണ്ടുപോകണം. പേരൂരുടെ ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി നടക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഹല്ലേലൂയ എന്റെ മുമ്പിൽ വന്നവരെല്ലാം പ്രസവിച്ചു പോകുന്നു, എന്റെ പിറകിൽ വന്നവരെല്ലാം പ്രസവിച്ചു പോകുന്നു. പക്ഷെ എനിക്കത് നടക്കുന്നില്ല. എനിക്ക് സിസേറിയൻ ചെയ്യേണ്ട ഒരു മരുന്നും എന്റെ ശരീരത്തിൽ ഏൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഒരു മരുന്നും കൂടാതെ ഓപ്പറേഷനൊക്കെ പച്ചയ്ക്കായിരുന്നെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇതൊരു മിറാക്കിളാന്നാ പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവർ ചോദിക്കുക. ഹല്ലേലൂയ. 2 പാത്രമാക്കുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ ജീവനോടെ ഊനമില്ലാത്തതിന് ദൈവം അവളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എനിക്കൊരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി തന്നു.
അങ്ങനെ ഹല്ലേലൂയ ഭയങ്കരമായ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും പിന്നെയും ഞങ്ങൾ അകപ്പെട്ടു. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പലപ്പോഴും ഞങ്ങളെ ഇറക്കി വിടുന്ന അനുഭവം, ഞാനും എന്റെ കുഞ്ഞും കൂടെ ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ ഓടിയ പല സാഹചര്യം. ഇവിടെ രണ്ട് ആരാധന നടക്കത്തില്ല എന്ന് എന്റെ അമ്മായിയമ്മ പറയുമ്പോൾ ഹല്ലേലൂയ പല രാത്രികളിലും ഞാൻ എന്റെ കുഞ്ഞമ്മമാരെ വീട്ടിലുകളിലൊക്കെ ഞാൻ കടന്നു പോകുവാനിടയായി. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്നോ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നോ ആര് രക്ഷയുടെ മാർഗത്തിൽ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പലപ്പോഴും ഞാൻ എന്റെ ഈ പൊടി കുഞ്ഞുമായിട്ട് ഹല്ലേലൂയ പലപ്പോഴും ഞാൻ എന്റെ ബന്ധു മിത്രാദികളുടെ ഭവനത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങള് മാറുവാനിടയായി. മാറി ഞങ്ങൾ കൊട്ടാരക്കര വേറൊരു വാടക വീട്ടിൽ 6 വാടക വീടുകൾ തോറും ഞങ്ങൾ ജീവിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഒന്നുമില്ലാത്തവളെ പോലെ ഞാൻ നിന്നെ ഈ ദേശത്ത് നിന്ന് ഇറക്കിയെങ്കിൽ നിറഞ്ഞവളായി ഹല്ലേലൂയ എല്ലാത്തിനും നിറവോളം യേശു ക്രിസ്തു നിന്നെ നിറയ്ക്കുമെന്ന്. നീ വട്ടപൂജ്യത്തിലാ നീ അവിടെ നിറങ്ങിയത്, പക്ഷെ നിന്നെ ഞാൻ ഹല്ലേലൂയ നിറച്ച് അവിടെ അയക്കുമെന്ന്. അങ്ങനെ പറയട്ടെ, 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ഹല്ലേലൂയ 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കാറിന് പകരം 2 കാർ, ഒരു സ്കൂട്ടറിന് പകരം 2 സ്കൂട്ടർ. ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ എന്റെ ഭർത്താവിന്റെ പേരിലാണ് അന്ന് ഗ്യാസ് എടുത്തിരുന്നത്. ഞങ്ങൾ അമ്മായിയമ്മയോട് ഞാൻ ചോദിച്ചു, ഒരു ഗ്യാസ് തരുമോ? എന്നാൽ ഹല്ലേലൂയ ആ ഗ്യാസ് കുറ്റി വരെ 4 ഗ്യാസ് കുറ്റി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ എന്റെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് പല രാജ്യങ്ങളിൽ ദൈവത്തെ അവിടെ വെച്ചൊക്കെ ബഹറിൽ വെച്ചൊക്കെ സ്ഥാനപ്പെട്ടെങ്കിലും ഈ കാർപ്പന്റർ വർക്കിനോടനുബന്ധിച്ച് പല രാജ്യങ്ങളിൽ കടന്നു പോകുവാനിടയായി. രാജ്യങ്ങളിൽ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ മസ്കറ്റിൽ കടന്നുപോയ സ്ഥാനത്ത് ഹല്ലേലൂയ അവിടെ വെച്ചൊരു വലിയ അപകടം ഉണ്ടാകുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ അപ്പം അവിടെ ഒരു കമ്പനി, ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് ജോലിയുടെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സമയത്താണ് മിഷ്യനില് തടി കയറ്റുന്ന സമയത്ത് തടി റിട്ടേൺ വന്ന് ഹല്ലേലൂയ ഈ തോളിൽ ഇവിടെ ഇടിക്കുവാനിടയായി. ആ തോള് 2ആയിട്ട് ഒടിഞ്ഞു. ഹല്ലേലൂയ അങ്ങനെ കൊറോണയ്ക്ക് 1 വർഷം മുമ്പേ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ കടന്നു വരുവാനിടയായി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു. പ്രാർത്ഥനയ്ക്ക് മുടക്കം വന്നില്ല. പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിധി എഴുതി, ഇനി ഒരു ജോലിയും ചെയ്യരുത്, ഈ കൈ കൊണ്ട് ഹല്ലേലൂയ ഒരു ഗ്ലാസ് വെള്ളം പോലും പിടിച്ചെടുക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഹല്ലേലൂയ അപ്പോഴും ഞങ്ങൾ ഭവനത്തിനകത്ത് ആ കൊറോണ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് പറയും, നീ ഉപവസിക്ക്, നിങ്ങൾക്ക് മേൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, ആ വാഗ്ദത്തത്തെ ഞാൻ നിവർത്തി വരുത്തും. അങ്ങനെ ഇനി ദുബായിലോ അങ്ങനെ ഒരു രാജ്യത്തും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ ഹല്ലേലൂയ പുള്ളിക്കെതിരായി മാറുവാൻ തുടങ്ങി. 10 വർഷക്കാലം ഹല്ലേലൂയ കർത്താവിനെ ആരാധിച്ചിട്ടും ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഹല്ലേലൂയ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളുണ്ട് ആ കൊറോണ സമയത്ത്. ഹല്ലേലൂയ എന്നാലും ഏലിയാവിനെ കാക്കയെ കൊണ്ട് പരിപോഷിപ്പിച്ചതുപോലെ പല ദൈവ മക്കളെ കൂടെ ദൈവം നമ്മളെ പരിപാലിച്ചു. എന്നാൽ ഒരു 4 വർഷത്തിന് ശേഷം ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് ജോലി വർക്കുകളെല്ലാം ചെയ്യുവാനിടയായി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ മഞ്ഞ് പെയ്യുന്ന ദേശത്ത് ഞാൻ അയക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചില്ല, മഞ്ഞ് പെയ്യുന്ന ദേശം ഹല്ലേലൂയ അവിടെ പോവാനുള്ള വിദ്യാഭ്യാസമില്ല. വെറും ഒരു കാർപ്പന്റർ വർക്കുകാരനായ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവനെ ഹല്ലേലൂയ കഴിഞ്ഞ മാസം ഹല്ലേലൂയ റഷ്യ എന്ന് പറയുന്ന മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് ഹല്ലേലൂയ ദൈവം അയക്കുവാനിടയായി. അത് വിസയോ ടിക്കറ്റോ ഹല്ലേലൂയ 1 രൂപ ചെലവില്ലാതെ ഹല്ലേലൂയ അതാ പറഞ്ഞത്, ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ദൈവം ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി അവന് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവം വാഗ്ദത്തത്തിന് മേൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, കർത്താവ് പറയുന്നു, നമ്മുടെ നിലവിളി, നമ്മുടെ പ്രാർത്ഥന താമസം വരും ഹല്ലേലൂയ, എന്നാലും ആ വിഷയത്തിന് മധ്യേ ഇറങ്ങി വന്ന് നമ്മളെ വിടിവിക്കും. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അവൻ നിത്യപിതാവ്. ദൈവം നമ്മളെ മാറോട് ചേർക്കും. ഹല്ലേലൂയ
ഇത്രയും നല്ലൊരു ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഹല്ലേലൂയ നമ്മളെ ഇത്രയും പേരെ ഒരുമിച്ച് ഇത്രയും സമയം ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ. എന്റെ വീടിന്റെ ജപ്തിയായിരുന്നു ഹല്ലേലൂയ ഈ 2026 ജനുവരി മാസം 29-ാം തീയതി. ഞങ്ങൾ എന്നാൽ ലോൺ എടുത്തു. എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ അസുഖമായി, ജോലിക്ക് പോവാൻ കുറച്ച് ജോലികളൊക്കെ ചെയ്യുവാൻ ഞങ്ങൾ എന്നാൽ 5 ലക്ഷം രൂപയോളം ഞങ്ങൾ അടച്ചു. എന്നാൽ ഒരു 6 ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കാനുണ്ടായിരുന്നു. നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ജപ്തി ആകുന്ന ജപ്തിയുടെ വക്കിലെത്തി. ജപ്തി പേപ്പർ കൊണ്ട് ഒട്ടിക്കുവാനിടയായി. പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. കർത്താവ് തന്ന ഭവനമാണെങ്കിൽ കർത്താവെ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അനേക ഭവനങ്ങളിൽ എന്റെ പൊടിക്കുഞ്ഞുമായിട്ട് ഹല്ലേലൂയ വാടക വീടുകളിൽ വാടക പൈസ പോലും ഒരു വർഷം കൂടുമ്പോ വാടക വീടുകളിൽ നിന്ന് മാറാൻ പറയും. ഞങ്ങളെ സാധനങ്ങളെല്ലാം, ഞങ്ങൾക്കുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാനിടയായി. ഞങ്ങള് അങ്ങനെ ഹല്ലേലൂയ മാറി 7 ഭവനങ്ങളിൽ താമസിച്ചു. എന്നിട്ടാ ഞങ്ങൾക്ക് ഈ ഭവനം തന്നത്. ഈ ഭവനം ഒരു വാറ്റത്തെ ഭവനമാ. കർത്താവ് ഹല്ലേലൂയ ശൂന്യതകളെ പണിത ദേശമാ. ഹല്ലേലൂയ ഞങ്ങളെ നിന്ദിച്ചവരുടെ ദേശത്തിൽ മാനിച്ച ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വിഷയമാ. ഹല്ലേലൂയ ആ വിഷയത്തിന് മധ്യേ ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഹല്ലേലൂയ ഞങ്ങൾ അവിടെ മടുത്തുപോയില്ല. എല്ലാരും പറയും വിഷയങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഹല്ലേലൂയ ക്ഷീണിച്ച് തളർന്നു പോകും, പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ഉപവസിക്കാൻ തോന്നത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിലാ നമ്മൾ കരയേണ്ടത്. നമ്മുടെ വിഷയങ്ങളെ മുമ്പിലാ ഹല്ലേലൂയ നമുക്ക് പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത്. ജനുവരി 29-ാം തീയതി 3 മണിക്ക് ഈവനിങ് ബ്രാഞ്ചിലേക്ക്, കൊട്ടാരക്കര ഈവനിങ് ബ്രാഞ്ചിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഒരു പ്രതീക്ഷ, 1000 രൂപ അടയ്ക്കാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവൻ 2 വർഷത്തിന് മുമ്പേ ഒരു വ്യക്തിയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എന്റെ വീട് ഈ ജപ്തിയുടെ വക്കിലാണ് അച്ഛാ, എനിക്കിങ്ങനെ പോകുവാൻ ഇടയായി, എനിക്ക് അച്ഛൻ എന്തെങ്കിലും തന്ന് എനിക്ക് 1 ലക്ഷം രൂപയെങ്കിലും തന്ന് എന്നെ സഹായിക്കണം, ഞാൻ പോയി ജോലി ചെയ്ത് അച്ഛൻ ഈ പൈസ ഞാൻ അയച്ചു തരാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ അച്ചായൻ വിളിച്ചു പറഞ്ഞു, ആ സമയത്ത് ബാങ്കിൽ ബാങ്ക് മാനേജറോടൊപ്പം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ 3 മണിക്ക് ശേഷം ആ 1 ലക്ഷം രൂപ അവിടെ അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ജപ്തിയാ. ഹല്ലേലൂയ. 3 മണിക്ക് ശേഷം വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ ജപ്തി നടക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, നിങ്ങൾ അവിടെ കാണണം, നിങ്ങൾ അവിടെ ഇല്ലാതിരിക്കരുത് എന്ന് വരെ വില്ലേജ് ഓഫീസർ വിളിച്ചു പറഞ്ഞ സ്ഥാനത്ത് വിശ്വാസത്തോടെ ബാങ്ക് മാനേജർ റൂമിൽ ചെന്നിരുന്നപ്പോൾ ഏലിയാവിന് ഹല്ലേലൂയ എന്താവശ്യമാണോ എന്ന് നോക്കി 3.5 ലക്ഷം ചെക്കുമായി ഹല്ലേലൂയ അമേരിക്കയിൽ നിന്ന് ഹല്ലേലൂയ ദൂതൻ അവിടെ വരുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ജപ്തി മാറുവാൻ എന്റെ കർത്താവ് ഹല്ലേലൂയ ഇടവരുത്തി. അവൻ ആർക്കും കടക്കാരനല്ലെന്നേ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയെ തരണം ചെയ്താലും, ഏത് പ്രതികൂലത്തെ തരണം ചെയ്ത് നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ കർത്താവ് പറയുന്നു, നമ്മുടെ നിലവിളി കേട്ട് നമ്മളെ കണ്ണുനീരിനെ കണ്ട് നമ്മൾ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കും. അതുപോലെ ഇന്ന് ഹല്ലേലൂയ ഏതെങ്കിലും മേഖലകളിൽ ആരെങ്കിലും ഹല്ലേലൂയ കെട്ടപ്പെട്ട് കിടക്കുകയാണോ, ദൈവാത്മാവ് പറയുന്നു ആ കെട്ടിനെ അഴിച്ച് ഹല്ലേലൂയ ദൈവം ആ വിഷയങ്ങൾക്ക് മധ്യേ ഹല്ലേലൂയ ദൈവം വിടുവിക്കും. ഇതിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. എന്റെ മോളെ 8ാം ക്ലാസ് വിദ്യാഭ്യാസ സമയത്ത് അവൾക്ക് ഒരു തൊണ്ടയ്ക്കകത്ത് ഒരു വലിയ വിഷയം ഉണ്ടായി. അവള് കൊയറി പാടുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ വേദന എന്താണ് അസുഖം ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഹല്ലേലൂയ പരീക്ഷ സമയത്ത് ചെല്ലുമ്പോൾ തലകറങ്ങി വീഴുക, സ്കൂളിൽ പോവാൻ കഴിയുന്നില്ല. 1 വർഷക്കാലം സ്കൂളിലെ വിദ്യാഭ്യാസം മുടങ്ങാനിടയായി. അവൾ അന്ന് സ്പോർട്സ് ഹോസ്റ്റലിൽ പഠിക്കുക. അങ്ങനെ അവിടെ നിന്ന് 9ാം ക്ലാസ് ആയപ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ എന്നും രോഗമാ. ഇവളിവിടെ ഈ സ്പോർട്സിന്റെ ഒരു ഇതിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ തൊണ്ടയ്ക്കിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇനി ഒരിടമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് RCCയിൽ ഒന്ന് കാണിക്കേ. ഹല്ലേലൂയ. ഞങ്ങൾ അത് പോവാനായിട്ട് പിന്നെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ മോക്കന്ന് 13 വയസ്സേ ഉള്ളൂ. ഹല്ലേലൂയ ഞാൻ എന്റെ എന്നോട് ദൈവാത്മാവ് ഇറങ്ങി വന്നു, ദൈവശബ്ദം എന്നെ മേൽ ചെവി കേൾക്കുക, നിനക്ക് ഞാൻ ദൈവം ചില അധികാരങ്ങൾ ഞാൻ തന്നിട്ടുണ്ടല്ലോ, നീ എന്തുകൊണ്ട് നിന്റെ ഭവനം നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുന്നു, നീ എന്താ നിന്റെ ഭവനത്തെ നീ നോക്കാത്തത്? നിന്റെ ഭവനത്തിലെ വിഷയം ആദ്യം ഏറ്റെടുക്ക്. ഹിസ്കിയാവിനോട് പറഞ്ഞ നിന്റെ ഗൃഹകാര്യം ശരിയാക്ക്.
ഹല്ലേലൂയ. ഞാൻ എന്റെ മകളും എന്റെ മാതാവുമായിട്ട് ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി. 21 ദിവസം ഉപവസിച്ചു. ദൈവം പറയട്ടെ, അവളെ സൗണ്ട് എല്ലാം തിരികെ കിട്ടി. അവളെ രോഗം മാറുവാനിടയായി. ഞാൻ ഓർക്കുന്നു 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ആംബുലൻസിൽ കിടത്തിയ ഞാൻ അവളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയത്. ഹല്ലേലൂയ. സ്പോർട്സിൽ ആ വർഷം ഇറങ്ങാൻ പറ്റിയില്ല. സ്പോർട്സ് കോട്ടയിലാണ് അവളൊന്ന് പഠിക്കുന്നത്. ആറ്റിങ്ങൽ ശ്രീപാദം ആ സ്പോർട്സ് ഹോസ്റ്റലിൽ അവള് പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ അധ്യാപകര് ഹല്ലേലൂയ പറഞ്ഞു, 9ാം ക്ലാസ്സിൽ നീ ഇവിടെ പഠിക്കണ്ട, 9ാം ക്ലാസ്സിൽ നീ ഇവിടെ പഠിക്കണ്ട, 8ാം ക്ലാസ്സിൽ ഹല്ലേലൂയ നിനക്ക് ഒരു മത്സരത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ആ ഉപവാസത്തിന്റെ മധ്യേ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിനെ അത്ഭുതകരമായി വിടുവിച്ചു. ആ 9ാം ക്ലാസ്സിൽ അവള് സ്റ്റേറ്റ് ലെവലിൽ ഹല്ലേലൂയ ഗോൾഡ് മെഡൽ നേടുവാനിടയായി. ആ നാഷണൽ ലെവലിൽ 5ാം സ്ഥാനത്ത് എത്തുവാനിടയായി. അങ്ങനെ ആ 10ാം ക്ലാസ്സിലായപ്പോൾ ഹല്ലേലൂയ എന്റെ ദൈവം പിന്നെയും അവളെ അനുഗ്രഹിക്കുവാനിടയായി. പിന്നെ രണ്ടാമതും ഹല്ലേലൂയ അവളെ മത്സരങ്ങളിൽ ജയിപ്പിക്കുവാനിടയായി. അനേക ദൈവദാസന്മാർ ദൈവ പൈതലുകൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഹല്ലേലൂയ എന്റെ കുഞ്ഞിനെ കർത്താവ് ഹല്ലേലൂയ അവളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അവളോട് അവളെ കുഞ്ഞുനാളിലെ ദൈവാത്മാവ് അവളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിദ്യാഭ്യാസം മുഴുവനും ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും. നിങ്ങൾ അപ്പനോ ഒരു രൂപ നിങ്ങൾക്ക് ചെലവാക്കാൻ വരത്തില്ല. അന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അവൾ 6ാം ക്ലാസ് വരെ അവള് CBSE സിലബസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 7ാം ക്ലാസ് ആയപ്പോൾ അവളെ സ്ഥിതി മാറാൻ തുടങ്ങി. ആ വാഗ്ദത്തത്തിലോട്ട് അടുക്കാൻ തുടങ്ങി. അങ്ങനെ വാഗ്ദത്തത്തിലോട്ട് കടന്നപ്പോൾ ഹല്ലേലൂയ പൂർണ്ണമായി എന്റെ കുഞ്ഞ് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നപ്പോൾ ദൈവം അവളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഹല്ലേലൂയ ഇന്ന് അവളെ 7, 8, 9, 10 ഹല്ലേലൂയ ആറ്റിങ്ങൽ ശ്രീപാദത്തിൽ പഠിക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് അവളെ ആ നാഷണൽ ലെവലിലോട്ട് പോയതിന് പ്രകാരം അവളെ ഗവൺമെന്റ് ഇങ്ങോട്ട് ടാക്സ് കൊടുത്ത് 9500 രൂപ ഇങ്ങോട്ട് മാസം തോറും ടാക്സ് ഇങ്ങോട്ട് അയച്ച് ഹല്ലേലൂയ അവളുടെ ഭക്ഷണം, അവളുടെ പ്രാക്ടീസ് ഹല്ലേലൂയ GV രാജ കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ ഹല്ലേലൂയ ദൈവം അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. +1 അവൾ പഠിക്കുന്നു. +1 കഴിഞ്ഞു. അടുത്ത് +2 ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകരെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അനേകരെ കുടുംബത്തിൽ നിന്ന് അനേകരെ വിളിച്ചു വേർതിരിപ്പാൻ, അമ്മയുടെ കുടുംബത്തിൽ നിന്ന് അനേകര്, അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് അനേകരെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഇന്ന് ഒരു സഭ നടത്തക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യഹോവയിൽ നോക്കുക. അവൻ നമ്മളെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലരുണ്ട്. അവരെയൊക്കെ വിടുവിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എന്റെ കർത്താവ് ഇനി എന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ ദൈവം ചില കൃപാവരങ്ങളെ ദൈവം എനിക്ക് തന്നു. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ ദൈവത്തിന്റെ വേലയിൽ ഹല്ലേലൂയ ആയിരിക്കുന്നു. ഇനി ദൈവമക്കളെ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ പേര് സരിത, എന്റെ ഭർത്താവിന്റെ പേര് ശ്രീരാജ്, എന്റെ മകളുടെ പേര് അക്സ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു മിനിസ്ട്രി ആയി തീരണം. ഹല്ലേലൂയ അനേകർക്ക് കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബ പാരമ്പര്യത്തിൽ കിടക്കുന്ന അവരെ വിടുവിച്ച് കൊണ്ടുവരണം. ഹല്ലേലൂയ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കിപ്പോ എണ്ണാൻ നോക്കിയാൽ 250 പേരോളം ഹല്ലേലൂയ വിശ്വകർമ്മ സമുദായത്തിൽ നിന്ന് ദൈവം ഹല്ലേലൂയ ദൈവം അവരെ ഹല്ലേലൂയ വിളിച്ചു വേർതിരിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്റെ കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. അബ്രഹാം വിശ്വസിച്ചു, അവൻ അത് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവം ഇത്രയും സമയം അടിയങ്ങളെ ഹല്ലേലൂയ വചനത്തിൽ കൂടി സാക്ഷ്യത്തിൽ കൂടി കർത്താവേ ഇത്രയും സമയം ദൈവ അടിയങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഇനിയും അടിയങ്ങളെ സഹായിക്കുമാറാകണം, അനുഗ്രഹിക്കുമാർ. ഈ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും അനുഗ്രഹിക്കണം. ഇന്ന് ദൈവമേ ഹല്ലേലൂയ അടിയങ്ങളെ സാക്ഷ്യവും വചനവും കേട്ട് പ്രിയപ്പെട്ട ഹല്ലേലൂയ ദൈവമക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. എന്തിനാലും ഭാരപ്പെട്ട് ഏത് വിഷയത്തിനാലും മുടക്കം വന്നിരിക്കുന്നെങ്കിൽ എന്റെ കർത്താവെ ആ വിഷയങ്ങൾക്കെല്ലാം ഈ 2026 അവസാനിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ മധ്യേ, ഉപവസിക്കുന്ന വിഷയങ്ങളെ മധ്യേ എന്റെ കർത്താവ് വലിയ മറുപടികളെ കൊടുത്ത് പ്രിയ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും അനുഗ്രഹിക്കണമേ കർത്താവ്. ഇത് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ കുടുംബം അനുഗ്രഹിക്കണമേ കർത്താവ്. ഇനിയും വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും അനുഗ്രഹിക്കണമേ. ഇനിയും ഹല്ലേലൂയ പലരും ഇതിൽ ഹല്ലേലൂയ ഭാഗവാക്കാകുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരണമേ. ഇതിൽ കൂടെ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ എല്ലാ വിഷയങ്ങൾക്കും ദൈവം വിടുതൽ കൊടുക്കണമേ കർത്താവേ. അങ്ങനെ അത്ഭുതങ്ങളെ ചെയ്യണമേ. യേശു
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.